ഷാർജ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകണം. ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ മാമാണ് ഉള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മൂവിലേ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ രാഷ്ട്രീയേക്കാൻ അവിടെ നിന്ന് പോയി നോക്കിയപ്പോൾ അവിടെ 2:45 ബസ്സുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ യൂണിയനിലേക്ക് വിട്ട് യൂണിയനിൽ നിന്ന് 2:15 ഞങ്ങൾക്ക് ബസ് കിട്ടി. അവിടെ 3 o'clock ആയപ്പോൾ അവിടെ എത്തിയാണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അത് ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് കൗണ്ടർ ഓപ്പൺ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഓടിപ്പോയി പാസ്പോർട്ട് എടുത്ത് പാസ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. പാസ്പോർട്ട് ഓപ്പൺ ആക്കിയാണ് സാർ. വേറെ വേറെ നോക്കട്ടെ. അവിടൊക്കെയാണ് സീൽ വെക്കേണ്ടത്. അപ്പോൾ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഓപ്പൺ ആയാലും നമുക്ക് കയറണം. 4 മണിക്കാണ്. മാപ്പൊക്കെ ഉണ്ട്. 4 മണിക്ക് അപ്പോൾ നമുക്ക് കയറാം. പാസ്പോർട്ടും ടിക്കറ്റൊക്കെ എടുത്ത് കൗണ്ടർ ഓപ്പൺ ആവാത്തോണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ നിന്ന് വാട്ടർ ഫൗണ്ടൈനാണ്. ഞാൻ കുഞ്ഞിലെ കൂടെ വന്നിട്ട് ഇവിടെയൊക്കെ കളിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അത് ഓപ്പണായി എല്ലാവരും കയറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഫസ്റ്റ് എങ്ങോട്ടാണ് പോവാ? ഇവിടെ കുറേ കാറുകൾ ഇരിക്കുന്നുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഫസ്റ്റ് തന്നെ കയറിയത് തുർക്കിക്കാണ്. അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അവിടെ പോയി ഐസ്ക്രീം വാങ്ങി നല്ല പെട്ടിക്കൽ ഐസ്ക്രീമാണ്. ഞാൻ ചോദിച്ചിട്ടും തരണ്ടേ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കിട്ടൂല. കപ്പ് കിട്ടും പക്ഷെ അത് കിട്ടൂല. അതാണ് അവരുടെ പറ്റിക്കല്. അവിടെ ചുറ്റിക്കറങ്ങി കണ്ട് അവിടെ നിന്ന് തന്നെ സീലും വെച്ച് ഫസ്റ്റത്തെ സീലാണ് അങ്ങ് വെച്ചത് തുർക്കിത്താണ്. തുർക്കി നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുർക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ ഷോപ്പൊക്കെ നല്ല ഷോപ്പുകളാണ്. ഇതൊക്കെ കണ്ടാൽ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. ഞാനിപ്പോൾ സ്റ്റീൽ ചെയ്തിട്ട് അങ്ങനെ നടന്ന് ഞങ്ങൾ ഇന്ത്യയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പവലിയൻ്റെ. പിന്നെ ഞങ്ങൾ കയറിയത് ഇറാനിലേക്കാണ്. അവിടെ കുറേ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ അത് കണ്ട് ആസ്വദിച്ചു. പിന്നെ ഞങ്ങൾ പോയത് പാർക്കിലേക്കാണ്. അവിടെ കുറേ അഡ്വഞ്ചർ ഉണ്ട്. അത് ഞാൻ വേറെ ഇതിലൊക്കെ കുറേലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. ഞാനിത് സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ഞങ്ങൾ കയറിയത് ചെന്നൈക്കാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാവലിയനാണ്. ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറേ ടോസുകളൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം ഇത് ചെന്നൈയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാം. ഇനി ഇവിടേക്ക് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കാം. അവരുടെ കോസ്റ്റ്യൂം അതൊക്കെ ഫസ്റ്റ് വെച്ചേക്കുന്നത്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടോയ്സ് കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി തൊട്ട് നോക്കുമ്പോഴത്തേന് അടുത്ത ആൾക്കാർ വരും. എനിക്കറിയില്ല അടുത്ത ആൾക്കാർ എവിടെയാണ്. ഞാൻ അവിടെയൊക്കെ പോയി തൊട്ട് നോക്കി. നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോവാം. ഈ ഷോപ്പിൽ പിന്നെ ഒരു സ്റ്റേജ് ഷോ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ആഫ്രിക്കയ്ക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് ആഫ്രിക്കയിൽ പോയി നോക്കാം. അവിടുത്തെ ടീ ആണ് ഇത്. നമുക്ക് ഇതിൽ കയറി കുടിച്ചോക്കാലോ. നമുക്ക് അതിൽ കയറി കുടിച്ചോക്കാം. ഓക്കെ, നമുക്ക് ഏതാന്ന് നോക്കാം. എൻ്റെ മാമ വന്നത് അതിൽ പഞ്ചസാര ഒക്കെ ഇടുന്നതാണ് കാണുന്നത്. ഇത് ഈ ടീ ഒക്കെ കുടിച്ചിട്ട് അവിടുത്തെ നാഷണൽ പ്രൊഡക്ട്സ് കാണാൻ പോയി. അവിടെ ക്രീമൊക്കെ തേച്ച് തന്നിരുന്നു. അവിടെ നിന്ന് കുറേ പെർഫ്യൂംസ് വാങ്ങിച്ചു തരുന്നു. ഇതെന്തോട്ടൊക്കെ എന്തോ black spot making skin soft clean. No half chemical natural.
പ്രൈസ് I make you best price. Kerala, Mumbai, and കേരള. okay, mashallah. ദിയ ഇത് വേണോ? Should go in like that, Mama. It's okay? Or I wash? I wash? Acha. എന്ത് ചെയ്യണോ? Sit. This one African black soap, sabun soap. Honey, Sabun soap, yes. yes. Shea butter, cocoa butter. You make it? Yes, African black soap. With honey, shea butter. Smell? Smell, no. മനസ്സിലായി ദിയ തയ്ച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത്തടാ ബീറ്റ് വിളിക്കണോ? ദിയുടെ ഫേസിൽ തയ്ക്കാം. തെയ്യട്ടെ. Yeah, make. താങ്ക് യു. പ്രോഗ്രാംസ് പോയി കണ്ടോ ദിയ? ഡേറ്റ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചെയ്തുതരാം. ഓക്കെ, ദിയ വെളുത്തോളൂ അപ്പോൾ. ഓക്കെ, This one, mix it first, no water. Dry skin, take massage. Aye, aye, Yasmini. Aye, aye, Yasmini.
Is it spicy? Enough? نلعب هسه ولا بعدين؟ Will you give the cash card? You will give the cash card? You like spicy? Tissue. സോസ് ഉണ്ടല്ലോ വീട്ടിൽ ഫുഡാണ് ചോദിക്കുമ്പോൾ തായ്ലൻഡിൽ അവരാണ് ഡ്രോ ചെയ്ത് അവരെന്നെ ചെയ്ത പ്രൊഡക്ട്സ് അവർ വെക്കുന്നത് സെല് ചെയ്യാൻ വെക്കുന്നത് അവരുടെ തലയിലുള്ള പൂക്കണ്ട അവരുടെ അനുസരിച്ച് നല്ല ഭംഗിയിൽ അവർ ഡ്രോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തായ്ലാൻഡ്. എല്ലാ ദിവസവും 9 o'clock ഇവിടെ ഫയർ വർക്ക് ഉണ്ടാവും. അത് മിസ് ചെയ്യരുത്. അത് നല്ല അടിപൊളി വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കില്ല, അതേപോലെ നല്ല ഫയർ വർക്കാണ് അത്. വാപ്പിച്ച് വരാത്തോണ്ട് ഞങ്ങൾ വാപ്പിച്ചിക്ക് വേണ്ടി സ്പെഷ്യലായി വാങ്ങിച്ചത് കബാബ്. കുറേ കബാബ് ഉണ്ട്. മമ്മ ഒരു 3, 4, 5 പീസൊക്കെ വാങ്ങിച്ചത്. കബാബൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. 9:30 ലാസ്റ്റത്തെ രാഷ്ട്രീയക്ക് ബസ്. ആ ബസ്സിലാണ് ഞങ്ങൾ പോകണം. രാഷ്ട്രീയയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് മുംബൈയിലേക്കുള്ള ബസ് കിട്ടി. പിന്നെ മുംബൈയിൽ കയറി അവിടെ ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ 10:45 ഒക്കെ ആയ സമയം. അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോ കഴിയാൻ സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കികൾ കിന്ത് വരും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. പോവാൻ ഒരു ലേറ്റൊക്കെ കട്ടിയായിരുന്നു.